നമസ്കാരം. RB മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോമിലേക്ക് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ, കുക്ക് എന്നീ തസ്തികകളിലേക്ക് വാക്യാൻ ഇൻ്റർവ്യൂ നടത്തുന്നു. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം മെയ് 27 തൃശ്ശൂർ രാമവർമ്മപുരം വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരേണ്ടതാണ്. ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ ഒരൊഴിവ്. യോഗ്യത MSW PG ഇൻ സൈക്കോളജി ആൻഡ് സോഷ്യോളജി. 25 വയസ്സ് പൂർത്തിയാകണം. പ്രതിമാസം 16,000 രൂപ വേതനം. കുക്ക് ഒരൊഴിവ്. 5ാം ക്ലാസ് പാസ്സാകണം. പ്രായം 25 വയസ്സ്. 30 വയസ്സ് തൊട്ട് 45 പ്രായപരിധിയിൽ ഉള്ളവർക്ക് മുൻഗണന. പ്രതിമാസം 12,000 രൂപ വേതനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ, കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി, TC 20/1652, കൽപ്പന, കുഞ്ചാലുമൂട്, കരമന PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471234866. SSK തിരുവനന്തപുരം ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൻ്റെ കീഴിൽ നിപുൺ ഭാരത് മിഷൻ 2022-23 ഭാഗമായി ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം മെയ് 22 വൈകിട്ട് 5 SSK ജില്ലാ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഒരൊഴിവാണുള്ളത്. ശമ്പളം 22,000 രൂപ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ഡേറ്റ പ്രിപ്പറേഷൻ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നിവയിൽ NCV സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ എൻട്രിയിൽ ഗവൺമെൻറ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. മണിക്കൂറിൽ 6,000 കീ ഡിപ്രഷൻ സ്പീഡ് എന്നിവയാണ് യോഗ്യത. മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. BEd DLED യോഗ്യത എന്നിവ അഭിലഷണീയം. പ്രായപരിധി 36. സംവരണ ഇളവ് OBC 3 വർഷം, SC ST 5 വർഷം. അപേക്ഷ സമർപ്പിക്കേണ്ട സ്ഥലം: ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററുടെ ഓഫീസ്, സമഗ്ര ശിക്ഷ കേരളം, തിരുവനന്തപുരം, ഗവൺമെൻറ് ഗേൾസ് HS ചാല, തിരുവനന്തപുരം. പിൻകോഡ് 695036. ഫോൺ നമ്പർ 0471245590 ഓർ 0471245591. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ 2 വർഷം കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയായ DNA ബാർകോഡിങ്ങിനും തടി ഫോറൻസിനും വേണ്ടിയുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2023 മെയ് 23 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കേരള വന ഗവേഷണ സ്ഥാപനത്തിൻ്റെ തൃശ്ശൂർ പീച്ചിലുള്ള ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് കേരള വന ഗവേഷണ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികജാതി വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ കുക്ക്, ആയ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിനായി അഭിമുഖം നടത്തുന്നു. 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ഫുഡ് പ്രൊഡക്ഷനിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് കുക്ക് തസ്തികയിലേക്കുള്ള യോഗ്യത. 7ാം ക്ലാസ് വിജയിച്ചവർക്കോ തത്തുല്യ യോഗ്യത നേടിയവർക്കോ ആയ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കുക്ക് തസ്തികയിൽ മെയ് 22 രാവിലെ 11-നും ആയ തസ്തികയിൽ മെയ് 23 രാവിലെ 11-നും അഭിമുഖം നടക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം ബയോഡേറ്റയും തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം വെള്ളയമ്പലം
കനകനഗറിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 047123142338. പനത്തടി ഗ്രാമപഞ്ചായത്തിൽ വസ്തുനികുതി പരിഷ്കരണം 2023 ഭാഗമായി കെട്ടിടങ്ങളുടെ വിവരശേഖരണത്തിനും ഡാറ്റ എൻട്രി നടത്തുന്നതിനും ഡിപ്ലോമ സിവിൽ ITI ഡ്രാഫ്റ്റ്മാൻ സിവിൽ ITI സർവേയർ യോഗ്യതയുള്ളവരെ താൽക്കാലികമായി നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ മെയ് 24 രാവിലെ 11 മണിക്ക് ബയോഡാറ്റ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തണം. ഫോൺ നമ്പർ 0467227300. കൊങ്ങാട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ താൽക്കാലിക ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. DMLT DMO അംഗീകരിച്ച യോഗ്യത. താൽപ്പര്യമുള്ളവർ അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും സഹിതം മെയ് 22 ഉച്ചയ്ക്ക് 2 ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി, കോങ്ങാട്, പാലക്കാട് 678631 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ നൽകണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 049128454040. പട്ടികജാതി വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ആയാ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി 7ാം ക്ലാസ് പാസ് തത്തുല്യ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അപേക്ഷ ക്ഷണിക്കുന്നു. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ വിശദമായ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി മെയ് 23 പകൽ 11 മണിക്ക് വെള്ളയമ്പലം കനകനഗർ അയ്യങ്കാളി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ചേരേണ്ടതാണ്. യോഗ്യരായ അപേക്ഷകരെ അഭിമുഖത്തിലൂടെ നിയമനത്തിനായി തിരഞ്ഞെടുക്കുന്നതാണെന്നും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ആയാ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി 7ാം ക്ലാസ് പാസ് തത്തുല്യ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അപേക്ഷ ക്ഷണിക്കുന്നു. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ വിശദമായ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി മെയ് 23 പകൽ 11 മണിക്ക് വെള്ളയമ്പലം കനകനഗർ അയ്യങ്കാളി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ചേരേണ്ടതാണ്. യോഗ്യരായ അപേക്ഷകരെ അഭിമുഖത്തിലൂടെ നിയമനത്തിനായി തിരഞ്ഞെടുക്കുന്നതാണെന്നും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവായ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ ദിവസവേതനാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം, മുതലപ്പുഴി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന രക്ഷാ ബോട്ടുകളിലേക്ക് കടൽ രക്ഷാ ഗാർഡുമാരെ നിയമിക്കുന്നു. അപേക്ഷകൾ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയാക്കിയവരും 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ആയിരിക്കണം. കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പ് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക്, മുൻ പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം മെയ് 20 5 മണിക്ക് മുമ്പായി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് സ്റ്റേഷൻ വിഴിഞ്ഞം കാര്യാലയത്തിൽ കിട്ടത്തക്ക വിധം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എറണാകുളം ജനറൽ ആശുപത്രിക്ക് കീഴിൽ വരുന്ന മുഴുവൻ കെട്ടിടങ്ങളിലേക്കുമായി ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ ആശുപത്രി വികസന സമിതി മുഖേന കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 17 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖ പരീക്ഷയ്ക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാകണം. യോഗ്യത 10ാം ക്ലാസ്. വനിതകളെ മാത്രമേ പരിഗണിക്കൂ. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. സമീപവാസികൾക്കും ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ജില്ലാ ജനറൽ ആശുപത്രികളിലും സമാന തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പാലക്കാട്
പോസ്റ്റൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ നിയമനം. 18-നും 50-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ തുടങ്ങിയവരെ ഡയറക്റ്റ് ഏജന്റായിട്ടാണ് നിയമിക്കുന്നത്. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം. മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ, RD ഏജന്റ്, വിമുക്ത ഭടന്മാർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് പരിഗണന. അപേക്ഷകൾ ബയോഡേറ്റ, മൊബൈൽ നമ്പർ സഹിതം വയസ്സ്, യോഗ്യത, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ദ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, പോസ്റ്റൽ ഡിവിഷൻ, പാലക്കാട് 678001 എന്ന വിലാസത്തിൽ മെയ് 29-നകം അയക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 5000 രൂപയുടെ NSC KVP ആയി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിവയ്ക്കണം. നിലവിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസിൽ പ്രവർത്തിക്കുന്നവരെ ഈ ഒഴിവിലേക്ക് പരിഗണിക്കില്ലെന്ന് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ നമ്പർ 9744050392. കേരളത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾ ഏറ്റവും ആദ്യം അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.